ഇപ്പൊ 5 ലക്ഷം കോടിയേ കടമുള്ളൂ. അത് 6 ലക്ഷം കോടിയാണ് ആകേണ്ടിയിരുന്നത്. അപ്പൊ ഇനി അടുത്ത സർക്കാർ വരുമ്പോൾ അത് 12 ലക്ഷം കോടിയാകണോ? അതാണോ ഉദ്ദേശിക്കണം? അതിനാണോ ഇങ്ങനെ ഓരോ സർക്കാർ ഇങ്ങനെ മാറി മാറി ഭരിക്കണം? കടം കൂട്ടാൻ വേണ്ടിയിട്ടാണോ? നിങ്ങൾ ഈ കണ്ട ഫോട്ടോസൊക്കെ ശ്രീ ബാലഗോപാൽ MLA പത്രസമ്മേളനം നടത്തിയതിൻ്റെയാണ്. ഇദ്ദേഹം നിയമസഭയിൽ ഇരുന്നിട്ട് വലിയ വായിൽ പറയുന്നുണ്ടായിരുന്നു, ധവളപത്രം രഹസ്യമായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ്, അതുകൊണ്ട് നിങ്ങളത് പുറത്തു വിടരുത്, ജനങ്ങൾ അറിയരുത് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ ധവളപത്രത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പുറത്തറിയാൻ പാടില്ല എന്നുള്ളൊരു ഭയങ്കരമായൊരു നിർബന്ധ ബുദ്ധി പുള്ളിക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിലും ഭയമാണ് പുള്ളിക്ക്. നാട്ടുകാരറിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്തായിരിക്കാം എന്നുള്ളൊരു ചിന്തയിൽ പുള്ളിക്ക് ഭയങ്കര ഭയവും എന്തൊക്കെയോ പ്രശ്നങ്ങൾ അതിപ്പോഴും ഉണ്ട്. ഈ പത്രസമ്മേളനത്തിലുണ്ട്. എന്തൊക്കെയോ പെട്ടെന്ന് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ഒരു വ്യഗ്രതയുണ്ട്. എവിടെയെങ്കിലും ഒരു ചോദ്യം വരുമ്പോൾ അത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നൊരു തോന്നലും ഉള്ളിലുണ്ടെങ്കിൽ വല്ലാത്തൊരു പരിഭ്രമമൊക്കെ ഉണ്ടാവും. ആ പരിഭ്രമം എനിക്ക് ശരിക്കും പുള്ളിയുടെ സംസാരത്തിൽ മനസ്സിലാകുന്നുണ്ട്. പുള്ളി ചെയ്തിട്ടുള്ള എന്തോ ഒരു കള്ളത്തരം അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ പിടിക്കപ്പെടുമോ എന്നുള്ളൊരു തോന്നൽ പുള്ളിക്കുണ്ടെന്നൊരു തോന്നൽ എനിക്കുണ്ട്. ഇപ്പം ഞാൻ പറയാൻ വന്ന കാര്യം അതല്ല. ധവളപത്രം ജനങ്ങൾക്ക് മുമ്പിലേക്ക് വെക്കരുതെന്ന് പറഞ്ഞ അദ്ദേഹം ഈ കാണിക്കുന്നത് എന്താണ്? ശ്രീ ബാലഗോപാൽ കാണിക്കുന്നത് അതിനേക്കാൾ മോശമായ ഒരു കാര്യമാണ്. കാരണം ചോദ്യങ്ങൾക്കുള്ള മറുപടി അദ്ദേഹത്തിന് കൃത്യമായിട്ട് പറയാമായിരുന്നൊരു സ്ഥലമാണ് നിയമസഭ. അവിടെ പറയാതെ ഇവിടെ പത്രസമ്മേളനം വിളിച്ചിട്ട് പുള്ളിയുടേതായിട്ടുള്ള ഒരു കണക്കുണ്ടാക്കി അത് ജനങ്ങൾക്ക് മുമ്പിലേക്ക് വെക്കുന്നതും ഒരു ശരിയായ രീതിയല്ലല്ലോ. ഇതിപ്പോൾ ചോദ്യം ചെയ്യാനായിട്ട് തിരിച്ച് ചോദ്യം ചെയ്യാനായിട്ട് ആർക്കെങ്കിലും പറ്റുമോ? അതിനുള്ളൊരു സ്ഥലമായിരുന്നു നിയമസഭ. അത് ചെയ്തില്ല. അപ്പോൾ പിന്നെ അവിടെ വെച്ച് പറഞ്ഞ ധവളപത്രം രഹസ്യമായ റിപ്പോർട്ടാണെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമുള്ളത്? അപ്പം ധവളപത്രം രഹസ്യമാക്കി വെക്കേണ്ടത് എന്നുള്ളതല്ല പ്രശ്നം. അതിലടങ്ങിയിട്ടുള്ള കണക്കുകളും കാര്യങ്ങളും ജനങ്ങൾ അറിയാൻ പാടില്ല എന്നുള്ളതാണ് പുള്ളിയുടെ പ്രശ്നം. അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനൊരു കണക്കും കാണിച്ചിട്ട് ഇവിടെ ഒരു പത്രസമ്മേളനം നടത്തുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 2016 ഞങ്ങൾ ഗവൺമെൻറ് ഇറക്കിയ ധവളപത്രമുണ്ട് അന്നത്തെ. എന്താണ് ഈ പറയണതല്ലേ? അപ്പോൾ ഇവരുടെ ഗവൺമെൻറ്റിന് ധവളപത്രം ഇറക്കാം, ശ്രീ VD സതീശൻ്റെ ഗവൺമെൻറ്റിന് അതായത് UDFന് ധവളപത്രം ഇറക്കാൻ പറ്റില്ല. അങ്ങനെ ഇറക്കി കഴിഞ്ഞാലാണ് രഹസ്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇവർക്ക് പരസ്യമാക്കാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ധവളപത്രം ഇറക്കുമ്പോൾ ആരെങ്കിലും പറയുമോ ഇറക്കരുത് എന്ന് പറയില്ല. അങ്ങനെ ഇറക്കരുത് എന്ന് പറയുമ്പോൾ അതിലെന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. അത് സാമാന്യ ബോധമുള്ള സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. പിന്നെ പറയുന്ന കാര്യം പൊതു കടത്തിൻ്റെ കാര്യം. ന്യായം പറയുന്നത് കേട്ടാൽ തോന്നും ഓരോ സർക്കാർ വരുമ്പോഴും കടം ഇരട്ടിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എന്നാണ് ഇവരുടെ ഒരു സംസാരം കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. ആ കടം എങ്ങനെ നികത്താം, അതെങ്ങനെ കുറച്ചു കൊണ്ടുവരാം എന്നുള്ള രീതിയിലല്ല ഇവരുടെ പ്രവർത്തനം. അതാണ് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ന്യായം എന്ന് പറയുന്നത്. അതായത് 2016 ശ്രീ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന കടം ഇത്രയാണ്. അത് 2021 ഇത്രയാകണം. അത് അത്രയായില്ല. 2026 ഇത്രയാകണമായിരുന്നു. അത്രയായില്ല. അതായത് കടം കൂട്ടാൻ വേണ്ടിയിട്ടാണോ ഓരോ സർക്കാരും ഇങ്ങനെ ഭരണത്തിൽ വരുന്നത്? നിങ്ങൾ പറയുന്നത് കേട്ടാൽ അങ്ങനെയല്ലേ തോന്നുക? ഇപ്പൊ 5 ലക്ഷം കോടിയേ കടമുള്ളൂ. അത് 6 ലക്ഷം കോടിയാണ് ആകേണ്ടിയിരുന്നത്. അപ്പൊ ഇനി അടുത്ത സർക്കാർ വരുമ്പോൾ അത് 12 ലക്ഷം കോടിയാകണോ? അതാണോ ഉദ്ദേശിക്കണം? അതിനാണോ ഇങ്ങനെ ഓരോ സർക്കാർ ഇങ്ങനെ മാറി മാറി ഭരിക്കണം? വല്ലാത്ത ന്യായം തന്നെ. ശ്രീ VD സതീശൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളും പദ്ധതികളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള കടം എങ്ങനെ കുറയ്ക്കാം, മാക്സിമം റിട്ടേൺ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനാണ് പുള്ളിയുടെ ശ്രമം. അതിന് പൊതുജനങ്ങളും സപ്പോർട്ടാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിലും അത് നടക്കും.